എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ചാന്ദ്രദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ഏകദേശം 54 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മനുഷ്യനെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കുന്ന നാസയുടെ ദൗത്യം. ഉത്തരം ആർടെമിസ് 2. ആർടെമിസ് 2 വിക്ഷേപിച്ചത് 2026 ഏപ്രിൽ 1-നാണ്. വിക്ഷേപണ കേന്ദ്രം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്റർ. വിക്ഷേപണ റോക്കറ്റ് സ്പേസ് ലോഞ്ച് സിസ്റ്റം. പേടകം ഓറിയോ. 4-അംഗ സംഘമാണ് ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ദൗത്യത്തിൻ്റെ കാലാവധി 10 ദിവസമായിരുന്നു. ഈ ദൗത്യത്തിൽ സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. പകരം ചന്ദ്രനെ വലം വെച്ച് മടങ്ങുകയാണ് ചെയ്തിരുന്നത്. തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയ തീയതി 2026 ഏപ്രിൽ 10-നാണ്. ആർടെമിസ് 2-ൽ ഉൾപ്പെട്ട 4 ബഹിരാകാശ സഞ്ചാരികൾ ആരൊക്കെ? ഉത്തരം കമാൻഡറായ റീഡ് വൈസ്മാൻ, പൈലറ്റായ വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റായ ക്രിസ്റ്റീന കോക്ക്, ജെറമി ഹാൻസൻ. ISROയുടെ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ? ഉത്തരം 11. ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2023 സെപ്റ്റംബർ 2. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ്? ഉത്തരം കലാം സാറ്റ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം രാകേഷ് ശർമ്മ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക് 1. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ചൊവ്വ. ആദ്യമായി ബഹിരാകാശത്ത് പോയ നായക്കുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ലേക്ക. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത? ഉത്തരം വാലന്റീന തെരഷ്കോവ. ISRO നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1969 ആഗസ്റ്റ് 15. ഇതൊരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം. ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം കൽപ്പന ചൗള. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചതാര്? ഉത്തരം കൽപ്പന ചൗള. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കോപ്പർനിക്കസ്.
ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്താണ്? ഉത്തരം: ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത്? ഉത്തരം: പുഷ്പക്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യം? ഉത്തരം: ഇന്ത്യ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത്? ഉത്തരം: സുനിത വില്യംസ്. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട് പ്രശസ്തമായ ഈ വരികൾ എഴുതിയതാര്? ഉത്തരം: ONV കുറുപ്പ്. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏത്? ഉത്തരം: അപ്പോളോ 11. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം: തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം: ആര്യഭട്ടൻ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം: സിലിക്കൺ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം: ആപ്പിൾ. ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത്? ഉത്തരം: യൂറി ഗഗാറിൻ. സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം? ഉത്തരം: ഓഷൻ സാറ്റ് 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം? ഉത്തരം: 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം: M അണ്ണാദുരൈ. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച 5ാമത്തെ രാജ്യം? ഉത്തരം: ഇന്ത്യ. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വർഷം? ഉത്തരം: 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2ൻ്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം: വനിത മുത്തയ്യ. ലോകത്തിലെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? ഉത്തരം: എഡ്യുസാറ്റ്. മംഗൾയാൻ വിക്ഷേപിച്ചതെന്ന്? ഉത്തരം: 2013 നവംബർ 5. മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഉത്തരം: PSLV C-25. മംഗൾയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ? ഉത്തരം: S. അരുണൻ.
ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ? ഉത്തരം ആർ. ഹട്ടൻ.